എന്താ എങ്ങനെയാണ് ഈ ചെയ്യാ? പൈസ കുറെ അങ്ങനെ ചെലവാകുന്നല്ലാതെ കണക്കൊന്നാണ് ശരിയാവണ്ടേ? അതിന്റെ എല്ലാത്തിന്റെ മാത്സ് എന്റെ അടുത്ത് ഉണ്ട് ഇപ്പച്ചേ. എല്ലാത്തിന്റെ മാത്സ് എന്റെ അടുത്ത് ഉണ്ടാവും വെച്ചറിയാം. മാത്സ് അല്ല, മാത്സ് എന്ന് പറഞ്ഞ കണക്ക്. അതിന്റെ എല്ലാത്തിന്റെ കറക്റ്റ് കണക്കിന്റെ അടുത്ത് ഉണ്ട്. അന്റെ അടുത്തുള്ള കണക്കൊണ്ട് തന്നെയാണ് ചെലവ് കൂടുതൽ. എന്നിട്ട് ബാക്കിയുള്ള പൈസ എവിടെ? അതൊക്കെ ഇതിലുണ്ട്. എന്നാ കണക്കിട് പറയാം. തേങ്ങ ഇടാൻ പോയതിന്റെ മൊത്തം ചെലവ്. അപ്പുട്ടൻ തേങ്ങ ഇടാൻ കയറിയപ്പോ അപ്പഴ ഓർത്തത് ടൗസർ ഇട്ടിട്ടില്ല. അതിന്റെ ചെലവ് 130 രൂപ. അതിനെന്തിനാ ചെലവാക്കണു? താഴത്തെ ഞാനല്ലേ നിക്കണേ. അത് ചെലവാക്കണം. എല്ലാം നല്ല കറക്റ്റ് അല്ലാണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു. ഇട്ട തെങ്ങുമെന്ന് അപ്പുട്ടൻ കിഴിഞ്ഞണ്ടാണ്. അപ്പൊ തന്നെ മേത്താകെ തോലിറങ്ങി. അതിന്റെ ഹോസ്പിറ്റൽ ചെലവ് 4500 രൂപ. അപ്പുട്ടനെ ഡിസ്ചാർജ് ചെയ്തിട്ടില്ലേ? അല്ലെങ്കിൽ ഇതിപ്പോ നിക്കൂലേ? ഇത് മൊത്തം ബാക്കി എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാ അതല്ലേ? ബാക്കി മൊത്തം 260 രൂപ ഉണ്ട്. ഇതാക്കണം. അല്ല, ഇന്നത്തെ 10 ചായപ്പീടിയ കൊടുക്കാനാ. ഞാൻ അവിടുന്ന് ഒരു ചായയും കുടിച്ചു. ഇപ്പൊ 10-40 ഏക്കർ സ്ഥലത്ത് തേങ്ങ ഇട്ടിട്ട് ആകെ ബാക്കി 250 രൂപ. അതിനിപ്പോ ലാഭം അതിനിപ്പ കഴിഞ്ഞ 130 രൂപ കിട്ടിയിട്ടല്ലോ. ഇങ്ങനെ പോയാൽ നടക്കൂല. അക്കൗണ്ടന്റിനെ വെക്കണം, അല്ലാതെ നടക്കൂല. പേരും നഷ്ടമാണിത്. അങ്ങനെ പറയണ്ട. ഞാൻ തന്നെ അക്കൗണ്ടിങ് പഠിച്ചോളാം. അതിന് +2 പാസ്സായിട്ടേ മാർക്കൊന്നും ഇല്ലല്ലോ എനിക്ക്. എനിക്കവിടുന്ന് സീറ്റ് കിട്ടണു. അതൊക്കെ എനിക്ക് എല്ലായിടത്തും കിട്ടും. ഇതാക്കണം. ഇവിടെ ഒരു സീറ്റ് കഴിഞ്ഞെടുക്കണം. എനിക്ക് ആ സീറ്റ് തന്നെ കിട്ടുള്ളൂ. എനിക്ക് സീറ്റ് അന്വേഷിച്ച് നടന്നു കാരണം എന്റെ ചെരുപ്പിന് ഓട്ടം പോണു. അത് പറഞ്ഞപ്പോ അതിന്റെ ചെലവ് ഞാൻ എഴുതിച്ചു. ഇപ്പച്ചീന്റെ ചെരുപ്പ് തേഞ്ഞത് 99 രൂപ. ഒന്ന് പെടന്ന തേഞ്ഞതല്ലേ, ഓട്ടം കൂടാതെ എന്താണ്? എന്താ പ്രശ്നം? എത്താ അറിയില്ല. കണക്ക് തെറ്റിയില്ല. എന്താ കൊറേ പ്രശ്നം? കണക്ക് തെറ്റിച്ചിട്ടല്ല, കണക്കല്ലാതെ കക്കല് കട്ടിട്ടാണ്. ഞാൻ കണ്ടിട്ടില്ല. നോക്കാ ജോലി അക്കൗണ്ടിങ് പഠിച്ചാണെന്നുണ്ടെങ്കിൽ ഇന്റെ കണക്കന്നല്ലോ നോക്കാം ഇഷ്ടം പോലെ. അതിന് എങ്ങനെ മാർക്കില്ലല്ലോ? എവിടെ കൊണ്ടുപോയാ ചേർക്കണോ? എവിടെ എടുക്കണില്ല. അതന്നെ മാർക്കില്ലാതെ വന്നേക്കണോ? തല്ലേ ചെയ്യുള്ളനെ കൊല്ലൂല ഞാൻ. ചേർക്കത്ത് നന്നായി. അതെ ഓനെ ചേർക്കാൻ പറ്റിയ സ്ഥാപനം ഉണ്ട്. അതെവിടെ? അത് നമ്മളെ തിരൂരല്ലേ, എക്സ്പ്ലോർ ലേണിംഗ്. അത് LBS ന്റെ സ്കിൽ സെന്ററും കൂടിയാണ്. എന്നാ പിന്നെ അതാ നല്ലേ. ഗവൺമെന്റ് ആവുമ്പോ സർട്ടിഫിക്കറ്റിന് വിലയുണ്ടാവും. എനിക്കാണ് ഇവിടെ വില ഒന്നും ഇല്ലാത്ത. ഇജ്ജ് പോയിക്കൊണ്ട് അല്പം ഡ്രസ്സ് മാറേ. ഇജ്ജ് പോണില്ലാന്നുണ്ടെങ്കിൽ ഓരോ പോയി കൊടുത്താൽ ഒരു പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാണ് 25 വർഷമായിട്ട് തിരൂരുള്ള സ്ഥാപനമാണ് എക്സ്പ്ലോർ ലേണിംഗ്. നമ്മുടെ സർട്ടിഫിക്കേഷൻ ഒക്കെ PSC അപ്രൂവ്ഡ് ആണ്. പിന്നെ നമ്മുടെ കോഴ്സിന്റെ കൂടെ നമ്മൾ ഇന്റർനാഷണൽ ലെവലിലെ സർട്ടിഫിക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമുക്ക് എംബസി അറ്റസ്റ്റേഷൻ വരെ ലഭിക്കും. അപ്പൊ വിദേശത്തൊക്കെ ജോലി കിട്ടാൻ വളരെ എളുപ്പമാണ്. ഇത് തിരൂരിലെ ഏക ടാലി ഓതറൈസ്ഡ് സെന്റർ ആണ്. നമ്മൾ മെയിൻലി കൊടുക്കുന്ന 3 കോഴ്സസ് ആണ്. ഒന്ന് IFMA, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് അക്കൗണ്ടിംഗ്, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മോഡിസോറി ട്രെയിനിങ്. ഈ 3 കോഴ്സ് നമ്മളിവിടെ പഠിച്ചിറങ്ങുമ്പോഴും നമ്മൾ പ്ലേസ്മെന്റോട് കൂടിയിട്ടാണ് കുട്ടികളെ ഇറക്കുന്നത്. അപ്പൊ ഞങ്ങൾ നമ്മളെ എക്സ്പ്ലോർ ലേണിംഗിന്റെ ലൊക്കേഷൻ വരുന്നത് തിരൂര് പാൻ ബസാറിൽ. നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, വിളിച്ചിട്ട് വന്നോളി.